ആന്ധ്രയുടെ ഉള്ളുപൊള്ളുന്ന ചൂടിനൊപ്പം ഹവാമഹൽ പേരിനൊപ്പം വീശുന്ന കാറ്റുപോലെയാണ്. ഹവാമഹലിൽ നിന്നാൽ ഈ ഉയരക്കാഴ്ചകളിലൂടെ 1666 ഏക്കറിൽ നീണ്ടുകിടക്കുന്ന വിസ്തൃതമായ റാമോജി ഫിലിം സിറ്റി മുഴുവനായി കാണാം. സദാ കാറ്റ് വീശിയടിക്കുന്ന ഹവാമഹൽ രാമോജിയുടെ ആകാശ കാഴ്ചയാണ് തരുന്നത്. ഏത് ചൂടുകാലത്തും തണുത്ത കാറ്റ് കൂട്ടിനുണ്ടാകും ഫിലിം സിറ്റിയിലെ ഏറ്റവും ഉയരം കൂടിയ ഇവിടെ. സംവിധായകന്റെ ആഗ്രഹത്തിനും സിനിമയുടെ ആവശ്യത്തിനുമൊത്ത് ഇന്ത്യയിലെ ഏത് റെയിൽവേ സ്റ്റേഷനുമായി മാറാൻ രാമോജി റാവുവിലെ ഈ സ്റ്റേഷന് സാധിക്കും. ഇപ്പോൾ തിമ്മാപ്പൂർ എന്ന പേരിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ. ഷാറുഖ് ഖാൻ നായകനായ ചെന്നൈ എക്സ്പ്രസിന് വേണ്ടിയാണ് തിമ്മാപ്പൂർ റെയിൽവേ സ്റ്റേഷനായി ഇത് മാറിയത്. जीसी के साथ जो हुई तुम उसका सोलो विटनेस, इसलिए तुम हमारा साथ कुंभन गांव जाती चेन्नई एक्सप्रेस ले। कुंभन एरिया में मेरा फादर का बहुत रिस्पेक्ट है. He's പെരിയതലൈ ടീച്ചർ ഇല്ലേ ഡോൺ. ഇതുപോലെ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടും ഇവിടെയുണ്ട്. മറ്റ് വിമാനത്താവളങ്ങളായും അത് മാറാറുമുണ്ട്. ഇന്ത്യയിലെ ഏത് ഭാഷാ സിനിമകളിലെയും നായകനും നായികയും പാസ്പോർട്ടും വിസയും ഇല്ലാതെ ഈ വിമാനത്താവളത്തിൽ വന്നിറങ്ങും. ഒരു വശത്ത് ഗ്രാമീണ മുഖവും മറുവശത്ത് നാഗരിക ഭാവവുമുള്ള റെയിൽവേ സ്റ്റേഷൻ. ഒറ്റക്കാഴ്ചയിൽ ഇന്ത്യയിലെ ഏതോ പ്രധാന റെയിൽവേ സ്റ്റേഷനിലെത്തിയ അനുഭവം. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെ റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും സുരക്ഷാ കാരണങ്ങളാൽ ചിത്രീകരണം നിയന്ത്രിക്കപ്പെടുമ്പോൾ ചലച്ചിത്രകാരന്മാർക്ക് സൗകര്യവും സ്വാതന്ത്ര്യവും ലഭിക്കുന്നു ഫിലിം സിറ്റിയിൽ. ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായ നായകൻ വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങുന്നത് ഇവിടെ. രാമോജി റാവു ഫിലിം സിറ്റിയിലെ ഈ ജയിലിൽ ചിത്രീകരിച്ചത് മലയാളത്തിലടക്കം 300-ലേറെ ചിത്രങ്ങൾ. 4 ജയിലുകളാണ് രാമോജിയിലുള്ളത്. ദക്ഷിണേന്ത്യയിലെയും ഉത്തരേന്ത്യയിലെയും ജയിലുകൾ മുതൽ തിഹാർ ജയിലായി വരെ ഇതിന് രൂപഭാവ പരിണാമം സംഭവിക്കുന്നു. ഇളക്കി മാറ്റുന്നതിനുള്ള സൗകര്യത്തോടെയാണ് ഓരോന്നിൻ്റെയും നിർമ്മാണം. ലണ്ടനിലെ തെരുവും റോഡും അമേരിക്കൻ രാജവീഥികളും ഇന്ത്യയിലെ ദേശീയപാതകളും ഒരു യാത്രയിൽ തന്നെ രൂപം മാറി കൂട്ടിനെത്തുന്നു. പ്രണയത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും ചുവപ്പാണ് ഗുൽമോഹറിന്. നമ്മുടെ സിനിമ പല വേളകളിലായി പ്രണയം കൊണ്ട് ചുവന്നത് ഈ മരങ്ങൾക്കിടയിലാണ്. ന്യൂ ജനറേഷൻ കാലത്ത് നമ്മുടെ സിനിമയിൽ മരം ചുറ്റി പ്രണയങ്ങൾ മറഞ്ഞു പോയെങ്കിലും തെലുങ്കിൽ ഇപ്പോഴും അത്തരം സിനിമകൾക്ക് നല്ല മാർക്കറ്റാണ്. ചലച്ചിത്രകാരൻ്റെ ഭാവന രാജ്യത്തിൻ്റെയും ഭാഷയുടെയും അതിരുകൾ മറന്ന് സഞ്ചരിക്കുമ്പോൾ സൗകര്യത്തിൻ്റെ കരുത്തുമായി രാമോജി. സ്ഥലവ്യാപ്തിയല്ല, സൗന്ദര്യ വിസ്തൃതി തന്നെയാണ് രാമോജിയെ ഏഷ്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നഗരമാക്കിയത്. 1666 ഏക്കർ ഭൂമിയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫിലിം സിറ്റി സ്ഥാപിക്കാനായി രാമോജി റാവു മാറ്റിവെച്ചത്. അതുകൊണ്ട് തന്നെ കാനന സൗന്ദര്യം, വലിയൊരു കാടും മലപ്രദേശവുമൊക്കെ ആയിരുന്ന ഈ മേഖലയുടെ കാനന സൗന്ദര്യം ഒരു തരത്തിലും നഷ്ടപ്പെടുത്താതെയാണ് അദ്ദേഹം ഈ ഫിലിം സിറ്റി ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും സിനിമയ്ക്ക് പ്രമേയപരമായി കാട് കയറണമെങ്കിൽ, കാട് കേന്ദ്രീകരിച്ച് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ അതിനുള്ള എല്ലാവിധ സൗകര്യവും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. അതാണ് ഈ കാണുന്നത്. ജനസാന്ദ്രതയേറിയ നമ്മുടെ നഗരങ്ങളെയും നഗര നാഗരിക സൗന്ദര്യത്തെയും ക്യാമറയിലാക്കാനുള്ള പ്രതിസന്ധിയെ രാമോജി റാവു തൻ്റെ ഫിലിം സിറ്റി കൊണ്ട് പരിഹരിക്കുകയാണ്. രജനീകാന്തിന്റെ ചന്ദ്രമുഖി ചിത്രീകരിക്കും വരെ പേരില്ലാത്തൊരു സെറ്റായിരുന്നു രാമോജി റാവുവിൽ ഇത്. പിന്നീട് ചന്ദ്രമുഖി 200 ദിവസം പിന്നിട്ടപ്പോൾ ഈ കെട്ടിടത്തിന് ചന്ദ്രമുഖി ബിൽഡിംഗ് എന്ന പേരും വന്നു. തുടർന്ന് വിജയമാഘോഷിക്കാനായി നിരവധി തെലുങ്ക് ചിത്രങ്ങളും മലയാളം ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. കിങ് ആൻഡ് കമ്മീഷണറാണ് സമീപകാലത്ത് മലയാളത്തിൽ നിന്നും ഇവിടെ ചിത്രീകരിച്ചത്. മൺസൂൺ വേളകളിലും ഓഫ് സീസണുകളിലും പുറംവാതിൽ ചിത്രീകരണം പരിമിതപ്പെടുത്തുമ്പോൾ രാമോജിക്ക് വിനോദ കേന്ദ്രത്തിന്റെ ചന്തം കൈവരുന്നു. ഒറ്റയാത്രയിൽ ഊട്ടിയിലെ പുൽമേടുകളിലേക്കും ബാംഗ്ലൂരിന്റെ ഉദ്യാനത്തിലേക്കും സിനിമ വലിയൊരു കൺകെട്ട് കൂടിയാകുമ്പോൾ അതിന്റെ രഹസ്യ വഴികളെ രാമോജിയുടെ അകക്കാഴ്ചകൾ ചുരുളഴിക്കും.
സംഘട്ടന ചിത്രീകരണത്തിന്റെ സൂത്രങ്ങളും കൗശലങ്ങളും വരെ സഞ്ചാരികൾക്ക് മുന്നിൽ പുനരവതരിപ്പിക്കും. സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളും ബോംബ് സ്ഫോടന രംഗങ്ങളും അതേപടി പുനരവതരിപ്പിക്കുകയാണ് ആസ്വാദകർക്ക് മുന്നിൽ ലൈവ് ആക്ഷൻ ഷോ എന്ന സെഗ്മെന്റിലൂടെ. ലോക സിനിമാ ഭൂപടത്തിൽ ഇന്ത്യൻ സിനിമയുടെ കീർത്തിമുദ്രകളിലൊന്നായി റാമോജി റാവു ഫിലിം സിറ്റി മാറിയിരിക്കുന്നു. ബോളിവുഡിനും പ്രാദേശിക സിനിമകൾക്കും പിന്നാലെ വിദേശ ഭാഷാ സിനിമകളെ കൂടി ഇവിടെ എത്തിക്കുകയാണ് റാമോജിയുടെ ലക്ഷ്യം. റാമോജി ഫിലിം സിറ്റിയെക്കുറിച്ചുള്ള പ്രത്യേക പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.